കിതാബ് തൗഹീദിനെ കവിതയാക്കിയാൽ ജാമ്യാനൂരിൽ പഠിപ്പിക്കുന്നു. അതിനെ പിന്താങ്ങുന്ന ഒരാൾ ജാമ്യാനൂരിൽ മുഴുവനും വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊഫസറായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള പണി മുഴുവനും എടുത്തിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കല്ലേ സമസ്തയും ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യേണ്ടത്. ഞാനവരെ ഉപദേശിക്കല്ല, ഞാനവരെ ഒന്നുമല്ല, ഞാനവരെ ഉപദേശിക്കാൻ ആളല്ല, ഒരിക്കലും അല്ല. പക്ഷെ ഒരു സാധുവായ മനുഷ്യന് കാര്യം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണ്ടേ? അത് അല്ലാഹു എനിക്കെന്ന തൗഫീഖാണ്. പിന്നീട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇത് വളരെ വലിയ തെറ്റാണ്. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. എന്തുകൊണ്ട്? ഞാനാണ് പുറത്തു പറഞ്ഞത്. മൗലാന നജീബ് മൗലവി ആ വിഷയത്തിൽ സംസാരിച്ചു. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. ആരെ? ഞാനാണ് പുറത്തു പറഞ്ഞത്. ഇത് വളരെ അപകടകരമായ സംഗതിയാണ്. വീണ്ടും പലരും പറഞ്ഞു ഇത് അപകടം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അപകടമില്ല. എന്നിട്ട് ഇത് മിനിഞ്ഞാന്ന് കോഴിക്കോട് സുന്നികളെ സമ്മേളനം നടന്നു. ഒരു വാക്കൊരാൾ മിണ്ടിയില്ല. മിണ്ടലും അല്ലല്ലോ വിഷയം പരിഹാരം ഉണ്ടാക്കലല്ലേ. അനാവശ്യമായ മദ്ഹുകൾ, ദീനിന് നിരക്കാത്ത ചില പ്രശംസകൾ, അതിനെന്തൊക്കെ എന്തർത്ഥാണുള്ളത്? ഒരർത്ഥം ഇതിനൊന്നുമില്ല. സമൂഹം തകർന്ന് തരിപ്പണാവും. അത് വളരെ സത്യമാണ്, വളരെ സത്യമാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മനുഷ്യൻ എന്താണെന്ന് ചിന്തിക്കരുത്. എനിക്ക് സയ്യിദന്മാരോടല്ല, എനിക്കൊരു കുഴപ്പത്തിന് ഞാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ ജഹ്ല് കേട്ട് നിൽക്കാൻ കഴിയില്ല. അത് ചെവി പൊത്തി പിടിച്ചിരിക്കുകയാണ് ഞാൻ. ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സയ്യിദ് കുടുംബത്തിനെ മറ്റൊരു സയ്യിദ് കുടുംബത്തിനേക്കാൾ അവരാണ് പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നത് ജഹ്ലാണ്. തനി ജഹ്ലും ദീനില്ലായ്മയാണ്. ദീനുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇന്നാലിന്ന സയ്യിദ് കുടുംബം മറ്റു സയ്യിദ് കുടുംബങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ജഹ്ലാണ്, തനി ജഹ്ലാണ്. ഒരു വ്യക്തിയെ പറയാം, ഇന്നാലിൻ്റെ വ്യക്തി ഏറ്റവും മഹാനായിരുന്നു, അങ്ങനെ പറയാം. എന്തുകൊണ്ട്? അത് ആ വ്യക്തിയുടെ സിദ്ധിയും കഷ്ടപ്പാടും അധ്വാനവും അള്ളാഹു കൊടുത്ത തൗഫീഖുമാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ മഹാനാണ്. കേരളം മുഴുവൻ ഞാൻ പ്രസംഗിച്ചില്ലേ, നല്ല മഹാനാണ്. പൂക്കയത്തങ്ങൾക്ക് ഔലിയപ്പാപ്പ അള്ളാഹിൻ്റെ വലിയാണെന്ന് പറയാത്ത ഒരു പ്രസംഗവും ഞാൻ പൂക്കയത്തങ്ങളെ പറ്റി നടത്തിയിട്ടില്ല. അത് ആ വ്യക്തിയാധിഷ്ഠിതമാണ്. അതേസമയത്ത് അഹ്ലുൽ ബൈത്ത് മുഴുവൻ ഇതുപോലെയാണ്. അഹ്ലുൽ ബൈത്തിനെ ഒരു വിഭാഗത്തെ മറ്റൊരു ഭാഗത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്ന ഒരു ദീനിയായ പ്രമാണം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നാൽ വലിയ അപകടം പിന്നീടുണ്ടാവും. ഇപ്പം സ്റ്റേജ് കയറി ഒരു മുഴുവനും മറ്റുള്ള അഹ്ലുൽ ബൈത്തിനെ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. അത് വലിയ അപകടം ക്ഷമിച്ചിട്ട്. അതേസമയത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ നേതാവാണ്. അദ്ദേഹം സുന്നി വൽ സംഘ സംസ്ഥാന പ്രസിഡന്റാണ്, നമ്മുടെ നേതാവാണ്. ഇതിൻ്റെ പ്രശ്നമുള്ളത് നല്ല നേതാവ് തന്നെയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷെ കുടുംബം എന്ന നിലയിൽ എല്ലാ അഹ്ലുൽ ബൈത്തും ഒരുപോലെയാണ്. അങ്ങനെ അല്ലാതെ വന്നത് അത് ജഹ്ല് വരും. അങ്ങനെ ജഹ്ല് വന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഈ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ദീനില്ലാത്തവരോ ദീനിനെതിരായി പ്രവർത്തിക്കുന്നവരോ ഉണ്ടായാലും ജനം അവരെ പിന്തുടരും, ജനം നശിക്കും. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ആരാത് പറയുന്നത്? സ്റ്റേജ് കയറി വിളിച്ച് പറയാൻ വലിയ 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 കോന്തുണ്ണികൾ. എന്താണ് വരെ വിചാരം? ഇത് പറയുമ്പോൾ ഞാൻ ഈ തങ്ങന്മാർക്കെതിരാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെ എതിരാണ്? എൻ്റെ പ്രശ്നം എന്താണ്? പ്രമാണമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ജിഫ്രി കബീല, ഷിഹാബി കബീല, സഖാഫ് കബീല, ഹാദി കബീല, എന്താ പറയുക, റിഫായി കബീല, അതേപോലെ തന്നെ എന്താ പറയുക ബുഖാരി കബീല, ഇതൊക്കെ കേരളത്തിലെ കബീലകളാണ്. ഈ കബീലകളെല്ലാം അഹ്ഫാദുൻ നബിയിൽ മുസ്തഫ നബിയുടെ പേരക്കുട്ടികളാണ്. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഫർക്കുള്ളതായി എനിക്കറിവില്ല, എനിക്ക് വിവരമില്ല. ഞാൻ പ്രസംഗിച്ച ആളോട് തന്നെ പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ ഞാൻ ഫോണിൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് പ്രമാണമുണ്ടോ? പ്രമാണമില്ല. അങ്ങനെ വന്നല്ല പ്രശ്നം. വൈനാലിൻ്റെ സയ്യിദ്, നേതാവായ സയ്യിദിനെ അനുസരിക്കണം എന്ന് പറയുന്ന നന്മയാണ്. എന്തുകൊണ്ട്? അദ്ദേഹം നേതാവാണ്. പക്ഷെ ഇന്നാലിൻ്റെ കബീല പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ജഹ്ലാണ്. ഇന്നാലിന്ന നാട്ടിൽ താമസിക്കുന്ന തങ്ങന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത് 100% ദീനില്ലായ്മയാണ്. തെറ്റാണത്. അത് മോശപ്പെട്ട കീഴ്വഴക്കുണ്ടാക്കും. തകർന്നു പോകുന്ന സമുദായം. ഈ കുടുംബത്തിലൊക്കെ ഇനി മോശപ്പെട്ടവരുണ്ടാവില്ല എന്ന് ആര് കണ്ടു? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉണ്ടായാലോ? അപ്പൊ ജനം എന്താ പറയാ? അവർ പ്രധാനപ്പെട്ടവരല്ലേ?
പിന്നെ വിവരമില്ലായ്മ പറയുമ്പോൾ ആ വിവരമില്ലായ്മ ഈ പേര് കൊണ്ട് ജനങ്ങൾ സ്വീകരിക്കും. അവർ ചെയ്യുന്നതെല്ലാം ദീനായി ജനങ്ങൾ മനസ്സിലാക്കും. ഇതൊക്കെ അധപ്പതനത്തിന്റെ കാലത്ത് അങ്ങനെ സംഭവിക്കുക. മലബാറിലെ മുസ്ലിമീങ്ങൾ അധപ്പതിക്കാണ്. സമസ്ത ഉണ്ടായാലും സംസ്ഥാനം ഉണ്ടായാലും ലീഗ് ഉണ്ടായാലും കോൺഗ്രസ് ഉണ്ടായാലും മലബാറിലെ മുസ്ലിമീങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീനിയായി അധപ്പതിക്കുകയാണ്. ഇതൊരു വേദന പറയാണ്, ഇതൊരു ദേഷ്യം പറയല്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? എനിക്കത് വേദനയാണ് ഈ പറഞ്ഞത്. ഈ പ്രസംഗിച്ച വ്യക്തിയോട് പിറ്റേന്ന് നേരെ മുഴുക്കുമ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങൾ ഇന്നാലിൻ്റെ വ്യക്തിയെ കുറിച്ച് പറയാം. ആ വ്യക്തി മഹാനാണ്, യാതൊക്കെ സംശയമുള്ളത്. അവരനുസരിക്കണമെന്നില്ല, എന്ത് സംശയമുള്ളത്? പക്ഷെ ഒരു കബീലയെ മറ്റുള്ള കബീലയേക്കാൾ പ്രധാനപ്പെടുത്തി പോയാൽ മറ്റുള്ള കബീലകളിൽ ദീന് പറയുന്നവരും ഈ കബീലയിൽ ദീനില്ലായ്മ പറയുന്നവരും വന്നാൽ ജനം ദീനിനെ നിസ്സാരവൽക്കരിക്കുകയും ദീനില്ലായ്മയെ ദീനായി മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ ജിഫ്രി തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹം ജിഫ്രി ആയതുകൊണ്ടല്ല. ജിഫ്രി എന്ന നിലക്ക് അദ്ദേഹം എല്ലാ സയ്യിദും ഒരുപോലെയാണ്. ജിഫ്രി തങ്ങളെ ബഹുമാനിക്കേണ്ടി വരുന്നത് രണ്ട് നിലക്കാണ്. ഒന്ന്, അദ്ദേഹം ആലിമാണ്. രണ്ട്, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം നേതാവുമാണ് ആര്യവുമാണ്. നേതാവ് അനുസരിക്കണോ? അതിലിപ്പോൾ എന്താ വിഷയമുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ എതിരാകാൻ എനിക്ക് പറ്റൂല. ഞാൻ സമസ്തക്കും ലീഗിനും എതിരായി വേറൊരു പാർട്ടി പോയി ചേർന്നാൽ എൻ്റെ ബാപ്പാൻ്റെ ഖബർ സിയാർത്ത് ചെയ്യാൻ പറ്റൂല. ബാപ്പ ഖബർ നേടിയിട്ട് തല്ലും, എന്നെ ശപിക്കും. എൻ്റെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ നാട്ടിലെ ലീഗും സമസ്തയും. നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാനത് എൻ്റെ ബാപ്പയിൽ ഫനായ ആളാ. ഞാൻ ലയിച്ചോയതാ. ഉപ്പ് വെള്ളത്തിൽ ഉരുകും പോലെ ഞാൻ എൻ്റെ ബാപ്പയിൽ ഉരുകിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏത് തിരക്കാണെങ്കിലും ബാപ്പാക്കൊണ്ട് ചേർക്കണേ, അമ്മാക്കൊണ്ട് ചേർക്കണേ എന്ന് പറയാതെ ഒരു പരിപാടി, ആയിരക്കണക്കായ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. ഏത് ചെറിയ മജലിസാണെങ്കിലും അവസാനം ഞാൻ തങ്ങൾ പറയുന്നത് ബാപ്പാക്കും മകൻ ചേർക്കണം കേട്ടോ. ഈ ബാപ്പ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ബഹുമാനപ്പെട്ട സമസ്തയും ലീഗും എൻ്റെ നാട്ടിൽ കിഴക്കൻ ഏറനാടിലുണ്ടായ ഏറ്റവും കഷ്ടപ്പെട്ട ഒരാളിൻ്റെ ബാപ്പയാണ്. എൻ്റെ ബാപ്പ ലീഗും സമസ്തയുമായ കാലത്ത് എൻ്റെ നാട്ടിൽ വേറെ ആളില്ല. പിന്നെ ബാപ്പയാൽ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ബാപ്പയാൽ ഉണ്ടാക്കി വന്നതാണ് ബാക്കിയെല്ലാം. അപ്പം ഇതിനെതിരായി എനിക്ക് വേറെ സംഘടനയ്ക്ക് പോകാൻ പറ്റൂല. പിന്നെ ബാപ്പാന് മുന്നിൽ പോയി നിൽക്കാൻ പറ്റൂല. ഞാൻ ചെയ്യൂല. നിങ്ങൾ എന്തായാലും ചെയ്യൂല. ഞാൻ സമസ്തക്കെതിരോ ലീഗിനെതിരോ ആയൊരു സംഘടനയിൽ പോകൂല, ഒരിക്കലും പോകില്ല. പിന്നെ ചില ആരോഗ്യകരമായ വിമർശനങ്ങൾ നടത്തും. എന്തുകൊണ്ട്? സമൂഹം തകർന്നു പോകുമ്പോൾ പറയേണ്ടത് നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത് ഇവൻ ശത്രുത പറയല്ല, ഇവനും നമ്മളൊരാളാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എമ്പാടുണ്ടല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സംഘടനക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് പോയിട്ടുണ്ടോ? ഞങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ പുറത്തേക്കും, വിളിച്ചകത്ത് കരിക്കും. വിളിച്ച ദേഷ്യമുണ്ടോ? ഇല്ല. വിളിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. അല്ലാഹു റബ്ബാന സുബ്ഹാനഹു വ തആല രാജകുമാരനായിട്ടാണ് എന്നെ ജീവിപ്പിക്കണത്. എനിക്കെന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾക്കൊക്കെ അറിയാലോ. എന്നെ ഒന്നൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ലാത്ത ആളാണ് ഞാൻ. അള്ളാഹിന്റെ സഹായത്താൽ, റബ്ബിന്റെ തൗഫീഖാണ്. പിന്നെ ഈ പറയുന്നതിനെ നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞെന്ന് ഒരു വ്യക്തി ഉറങ്ങിയതോ ഒരു സമൂഹം തകർന്നതോ മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഒരു ആഫ്റ്റർ 25 years ഒരു ജനറേഷൻ കഴിയണം. അപ്പോൾ പറയും വെട്ടിത്തരം. 1950-ന്റെയും 2000-ന്റെ ഇടയിൽ മുസ്ലിം സമുദായത്തിൽ വന്ന അബദ്ധങ്ങൾ നിങ്ങളെ ഒരു സാധാരണ ആൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ അബദ്ധം ആലോചിച്ച അത് വേണ്ടിയില്ലായിരുന്നു, അങ്ങോട്ടാണ് നമ്മൾ ഇങ്ങനെയായത്. പീടി കുത്തിരിക്കുമ്പോൾ പറയും മനസ്സിലായില്ല. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ, അതായത് ഈ 25 കൊല്ലത്തിനിടയിൽ ഒരു സമൂഹത്തിന് അധപ്പതനം നടക്കുന്ന സന്ദർഭത്തിൽ വരുന്ന കാര്യം ജീനിയസ് മനസ്സിലാക്കും, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ 25 കൊല്ലം കഴിഞ്ഞാൽ ആരും പറയും, പീടിയ കൊല്ലം പറയും അന്നത് വേണ്ടില്ലായിരുന്നു, അന്നാ ഈ EMS-നൊപ്പം പോയതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. ഒരു ഉദാഹരണം പറയാം. അന്നാ മന്ത്രിപ്പണി രാജിവെക്കേണ്ടില്ലായിരുന്നു, അന്നാ മന്ത്രിസ്ഥാനം സ്വീകരിക്കേണ്ടില്ലായിരുന്നു എന്ന് സാധാരണ പത്രവാർത്ത അറിയുന്നവന് വരെ ആ കാലം കഴിഞ്ഞാൽ പറയാൻ കഴിയും. പക്ഷെ അന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനീ പറയും, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വളരെ ദുരന്താണ്.
നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നീ തന്നെ ശ്രമിക്കണം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വന്തം മകളോട് പറഞ്ഞു. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നീ നിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് മുസ്തഫ നബി പറയണമെങ്കിൽ മനസ്സിലായില്ല. നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള മാനദണ്ഡം എന്താണ്? ദീന്. അപ്പൊ ദീന് പരിഗണിക്കണം കേട്ടോ എന്നാണല്ലോ അവിടെ വിഷയം. അപ്പൊ എന്തിനേക്കാളും വലിയത് എന്താണ്? ദീനാണ്. മൂല്യരെക്കാൾ വലിയ ദീനാണ്, തങ്ങളെക്കാൾ വലിയ ദീനാണ്. അതിന് നിയമങ്ങളുണ്ട്, അത് പേക്കൂല്ല, അത് കൃത്യ നിയമങ്ങൾ കൃത്യമല്ലേ, പിന്നെ അതിനനുസരിച്ചാണ് പോയാൽ മതിയല്ലോ. മറ്റത് നിയമങ്ങളെ നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല. അതേ സമയത്ത് എന്നാലിന്നെ പിന്നെ എന്താ പറയുക പൊന്നാനിക്കാർ വലിയ കൂട്ടരാണ്, എന്നാലിന്നെ എന്താ പറയുക വടകരക്കാർ വലിയ കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ വടകരക്കാരെ കാളിയന്മാർ പറഞ്ഞൊക്കെ ജനങ്ങൾ സ്വീകരിക്കും, പൊന്നാനിക്കാർ അങ്ങനെ അതും സ്വീകരിക്കും. അങ്ങനെ ആയിപ്പോവും. ദീൻ അവിടെ പരിഗണിക്കൂല. ഈ കൂട്ടത്തിൽ തന്നെ ദീനിനെ പരിഗണിക്കാത്തവരും വന്നാൽ അത് ഓലല്ലേ ചെയ്യണ്, ഓലെങ്ങനെ തോന്നിയാസം ചെയ്യോ എന്ന് സാധാരണക്കാർ പറയും. ഓല വാപ്പ ഔലിയപ്പ ആണ്, ഓല വാപ്പ ഔലിയപ്പ ഓലാരാ? ഒരാളെ ബാപ്പ വലിയായതുകൊണ്ട് അയാളെ വലിയാവൂലല്ലോ. വലിയായ ബാപ്പക്ക് അമുസ്ലിമായ മകൻ ഉണ്ടാവാലോ. എനിക്കറിയാം, എൻ്റെ വാപ്പ എന്നോട് മരണം വരെ പറഞ്ഞൊരു കഥ ഉണ്ട്. ഞാലിന്നെ ഖാദിർ അള്ളാന്റെ വലിയായിരുന്നു. അങ്ങനെ മകൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഖാദിർ മകൻ ആരായിരുന്നു? എൻ്റെ ബാപ്പ എത്ര കാല സംഭവം എന്നോട് പറഞ്ഞ കണക്കില്ല. ഞാലിന്ന നാട്ടിലെ ഖാദിർ അള്ളാന്റെ വലിയായിരുന്നു, അയാൾ മകൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ബാപ്പാന്റെ ഈ കമ്മ്യൂണിസ്റ്റായി പല നക്സൽ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ പിടിച്ചുപോയി, ജയിലിൽ കൊണ്ടുപോയി. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബാപ്പ വലിയാണ്, ഖാദിയരാണ്, വലിയാണ്. ഒരു കറാത്ത് പോലും ചെയ്യാത്ത വലിയാണ് ആര്? ഖാദിയരായ ബാപ്പ. പഴയ കാലത്തെ കഥ ബാപ്പ പറയാണ്. മകൻ കമ്മ്യൂണിസ്റ്റായി, നക്സലായി, പിടിച്ചുപോയി, ജയിലിലായി. മകൻ ജയിലിലായ കാലത്ത് ബാപ്പ മരിച്ചു. അങ്ങനെ ജയിലിൽ നിന്ന് വിട്ടതിന് ശേഷം വന്നപ്പോൾ ഒരു കൊള്ളി, ഒരു ബടിമേൽ എന്ത് ചെയ്ത് ചുവന്ന ശീല ചിറ്റി കൊടിയാക്കി വന്നിട്ട് എന്തുമ കുത്തി? ബാബാന്റെ കബറുമ കുത്തിയിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് പറഞ്ഞു പോയി. ആരെ മകൻ? വലിയന്റെ മകൻ. എൻ്റെ വലിയന്റെ മകൻ നന്നാവുന്നു എന്തുറപ്പാണ്? ഇത് നിങ്ങൾ രണ്ടാമതൊരു വ്യാഖ്യാനം വെച്ചത്. അപ്പോൾ മൂപ്പര് പറഞ്ഞപ്പോൾ മറ്റേ ഔലിയ പാപ്പാൻ ഞാൻ ആളെ മോശമാണ്. അങ്ങനെയല്ല ചെങ്ങായി, ഇതിൻ്റെയൊക്കെ മായന. ബാപ്പ വലിയായി എന്നത് മകൻ സ്വീകരിക്കപ്പെടണം എന്നതിനുള്ള ന്യായീകരണം അല്ല. മകൻ ഒന്നാണോ? ദീൻ ഓരോരുത്തരും ഉണ്ടാക്കണം. കബീലൊക്കെ കണക്ക് തന്നെയാണ്. എന്നാൽ ഈ അഹ്ലു ബൈത്തിന് വലിയ വില കൊടുക്കണം. ആ വില ഒരു അഹ്ലു ബൈത്ത് മറ്റൊരു അഹ്ലു ബൈത്തിനേക്കാൾ വ്യത്യസ്തൻ അല്ല. പിന്നെ അതൊക്കെ പറയുന്നതിൻ്റെ പിന്നിലല്ല. ഇപ്പം എല്ലാവരും സ്റ്റേജിൽ കയറി പറയാം. എന്തായാലും പിന്നിൽ ലാഭം, ദുന്യാവിൻ്റെ ലാഭം ആഗ്രഹിക്കുന്ന താടിവാലന്മാരല്ലാതെ ഈ നോണ കേരളത്തിൽ ഇപ്പോൾ പറയുന്നില്ല. തനി താടിവാലന്മാർ, ദുന്യാവ് ആഗ്രഹിക്കുന്ന താടിവാലന്മാരല്ലാതെ ഈ നോണ പറയുന്നില്ല. അഹ്ലു ബൈത്തൊക്കെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ? ഓട്ടോറിക്ഷ ഓടിച്ച് വരുന്ന, പിക്കപ്പ് ഓടിച്ച് വരുന്ന അഹ്ലു ബൈത്തിനെ എനിക്കറിയാം. ഇവിടെ വരാറുണ്ട്, ഞാൻ അവരെ കയ്യുമുത്താറുണ്ട്. ഇവിടെ ദാറുൽ ഖുർആനിലേക്ക് പിക്കപ്പ് ഓടിച്ച് വരുന്ന പിക്കപ്പ് ഡ്രൈവറായ അഹ്ലു ബൈത്തുണ്ട്. മനസ്സിലായില്ല? ഞാൻ അവരെ ബഹുമാനിക്കാറുണ്ട്, അവരെ കൈ പിടിച്ച് മുത്താറുണ്ട്. ഒരു സ്റ്റെയറിങ് പിടിച്ച് നടക്കുന്നവരാണ്. പക്ഷെ അവർ ആരാണ്? അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്ത് എന്ന നിലയിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ ചില അഹ്ലു ബൈത്തിന് പ്രാധാന്യം. ആ വ്യക്തി ആലിമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി നേതാവാണ്. ആലിമല്ല, നേതാവാണ്, മതി. നിങ്ങളെ നേതാക്കൾക്ക് നിങ്ങൾ വഴിപ്പെടണം. നേതാക്കന്മാരായ മതിയല്ലോ. ആലിമൊന്നും അല്ല, നേതാവാണ്, മതി. നേതാവ് വഴിപ്പെടണല്ലോ. ദുനിയാവ് മാത്രമാണ് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. മൂല്യന്മാർ തന്നെ ഈ ജഹല് വിളമ്പാന്ന് പറഞ്ഞതിന് എന്ത് മാനയുള്ളത്? അങ്ങനെ വരുമ്പോൾ
ചില വ്യക്തികൾക്കോ ചില നാട്ടിലെ തങ്ങന്മാർക്കോ ചില കബീലയിലെ തങ്ങന്മാർക്കോ ആ കബീലക്കാർക്കോ ആ നാട്ടിൽ ജനിച്ച തങ്ങന്മാർക്കോ നമ്മളൊരു പ്രാധാന്യം പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വരുന്ന ജഹലുകളെ ഇൽമായും ദീനായും സാധുക്കളായ ജനങ്ങൾ മനസ്സിലാക്കും അത് ദുരന്തമാണ്. എന്നാൽ ഇത് ഈ സ്റ്റേജ് കയറി വിളിച്ചു വരുന്ന ഈ താടിവാലന്മാർ സമസ്തയുടെ സ്റ്റേജ് കെട്ടിയിട്ടാണ് അത് വിളിച്ചു പറയുന്നത്. സമസ്തയുടെ പേര് സ്റ്റേജ് കെട്ടിയിട്ടാണ് ഈ തോന്നിയാസികൾ ഈ തോന്നിയാസം വിളിച്ചു പറയുന്നത്. എന്ത് ന്യായമുള്ളത് ഇതിനൊക്കെ? ഇത് ദുരന്താണ്. അതേസമയം വളരെ ഗൗരവമായ കാര്യം അറിയില്ലെങ്കിൽ പോട്ടെ, ഞാൻ പറഞ്ഞു കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഒരു ലീഗ് നമ്മളെ പാർട്ടിയാണ് ലീഗ്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ലീഗിൻ്റെ ഒക്കെ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കവിതയാക്കിയവൻ പഠിപ്പിക്കുക പറഞ്ഞാൽ പിന്നെ നമ്മളെ വലിയ പറ്റുമോ? എന്താ അവിചാരിതമായി അങ്ങനെ നൊയഞ്ഞു കയറി ഒരുത്തം പഠിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞാൽ ഇതിവിടെ നടക്കൂലല്ലോ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. ഇത് മാത്രമല്ല, അയാളുടെ തൻബീറുൽ ഐനൈനി എന്ന കിതാബ് സമസ്ത പരിശോധിക്കട്ടെ. അയാളെ കിതാബുകളെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത പരിശോധിക്കട്ടെ. വഹാബിസത്തിന്റെ തികഞ്ഞ വഹാബിസമാണ് തൻബീറുൽ ഐനൈനി. ആ തൻബീറുൽ ഐനൈനി ജലാലൈനിക്ക് അദ്ദേഹം എഴുതിയ വ്യാഖ്യാനാണ്. തന്നി പക്ക വഹാബിസം. ഇവിടെ ഉണ്ട് കിതാബ്, ഞാനത് പറഞ്ഞിട്ട് കാര്യമല്ല. വിളമ്പിന് തന്നെ തീരുമാനം ഉണ്ടായില്ല. പിന്നെ എന്താ പറയാത്തത്? വിളമ്പിന് തന്നെ തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ഫിത്തന നടക്കണം? ഞാൻ മിണ്ടാട്ടം നിർത്തിയത് എന്തുകൊണ്ട് മിണ്ടിയിട്ട് കാര്യമില്ല. പിന്നെ എന്നെ കുറ്റം പറയാം എനിക്ക് വിഷയമല്ല. അത് പരലോകത്തേക്കുള്ള സ്വത്താണ്. എന്നെ ആക്ഷേപിച്ചപ്പോൾ കുറേ ആളുകൾ എൻ്റെ പിന്നാലെ കൂടി നിങ്ങൾ മറുപടി അറിയണം. നിങ്ങൾ ആ വിചാരിച്ച ആൾ ഞാനല്ല. ഓൽക്ക് ലക്ഷ്യം പോത്തിനെ കൊണ്ട് വായട്ടിക്കലാണ്. അതിന് എന്നെ പറ്റൂല. ഞാൻ കുറച്ച് അന്തമുള്ളൊരു തന്തൻ്റെ മകനാണ്. അതിന് നിങ്ങൾ വേറെ ആൾ നോക്കി. ഞാൻ ഈ കലഹത്തിലൊന്നുമില്ല. ഞാൻ ആരോഗ്യകരമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും പറയാണ്. അത് സമസ്തയുടെ സ്റ്റേജ് കയറി ജഹലി വിളിച്ച് പറഞ്ഞാലും ഞാൻ പറയും. തനി ജഹലുകൾ വിളിച്ച് പറഞ്ഞാലും ഞാൻ പറയും. എനിക്ക് ലാഭപ്രതീക്ഷയില്ല, നഷ്ടത്തിന് പേടിയില്ല. ഞാൻ ഇവരൊക്കെ താഴെയുള്ള ഒരു സാധുവായ മനുഷ്യനാണ്. ഈ മാന്മാരൊക്കെ കീഴിലുള്ള ഒരാളാണ്. ഞാനല്ലല്ലോ ഇവിടുത്തെ നേതാവ്. ഇവിടെ നേതാവ് ജിഫ്രി തങ്ങളും സാദിഖ് തങ്ങളും ഓലല്ലേ ഞാൻ അനുസരിക്കുന്നുണ്ട്. വാക്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അബദ്ധങ്ങളൊക്കെ വരും. അതൊന്നും അനുസരണമില്ലായ്മല്ല. ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞേക്കാം. അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മൾക്ക് വാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതിനൊക്കെ പലപ്പോഴും മാപ്പ് പറയും. ഇനിയിപ്പോൾ ആയിരക്കണക്കിന് മാപ്പ് പറയാൻ ഇനി ബാക്കി കിടക്കുകയാണ്. അന്ന് എനിക്ക് വിഷയമുള്ള കാര്യമല്ല. മനുഷ്യന്മാരാകുമ്പോൾ അബദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമല്ലോ. പക്ഷെ പറഞ്ഞത് സത്യമാണ്. വാക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കയറും കുറയും ചെയ്യും. പറഞ്ഞ ആശയം സത്യമാണ്, 100 വട്ടം സത്യമാണ്. എനിക്കതിലൊരു ലക്ഷ്യമല്ല, ഒരു ലക്ഷ്യമല്ല. ഒരു ലക്ഷ്യം മലയാളത്തിലെ മുസ്ലിമീങ്ങൾ അതപ്പത്തിച്ചുകൊണ്ടിരിക്കുക. സുന്നികൾ അതപ്പത്തിച്ച് തകർന്ന് തരിപ്പണായി. സമസ്ത 100% ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ. ഇല്ലെങ്കിൽ ഇത്തരം ജയിലൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. പറയുമ്പോൾ വേദനയോടുകൂടെ പറയാണ്, ഒന്നും വിചാരിക്കരുത്. എന്നെ വിളിച്ച് എന്നെ കുറച്ച് ആളുകൾ ആക്ഷേപിച്ചു, ഒരു സമ്മേളനം ഉണ്ടാക്കി ആക്ഷേപിച്ചു. ഞാൻ മിണ്ടിയോ? എത്ര ദിവസമായി ഇതിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പറയാണ്. ഇതിപ്പോൾ പറയാൻ ഇങ്ങനത്തെ ഒരു വാക്ക് ഇവിടെ വന്നു. എന്ത്? ഒരു വ്യക്തി ഉറങ്ങുന്നതോ ഒരു സമൂഹം അതപ്പതിക്കുന്നതോ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല, പിന്നെ മനസ്സിലാവുക. ഒരു സൊസൈറ്റി അതപ്പതിക്കുമ്പോൾ പിന്നെ ജീനിയസുകൾക്ക്, ഞാൻ ജീനിയസ് ആണെന്ന് വായനല്ല, ഞാൻ എന്തെസ്സാന്നും എനിക്കറിയില്ല, ഇതൊരു ഭാഗ്യക്കേടാണ്. ജനങ്ങളൊക്കെ എന്നെ ചീത്ത പറയാനുള്ളൊരു അവസരം പഠിച്ചു. ഇത് തോഫീക്ക് കിട്ടിയതാണ്. ഞങ്ങളൊക്കെ നീ തരികയാണ്, എല്ലാവരും ചീത്ത അറിയാണ്. അയാൾ കാര്യമാണ്, ആൾ മറ്റൊരാണ് മറിച്ചതാണ്. നമുക്കറിയാം. നമ്മൾ പറയണ്ടേ റബ്ബിന്റെ തൗഫീഖല്ല. ഞാനീ പറഞ്ഞതിന് എന്താണ് നിങ്ങൾ ഇക്കാലം വരെ എതിര് പറഞ്ഞത്? അല്ല, നിങ്ങൾ പൊളിച്ച് കിതാബ് തൗഹീദ് കവിതയാക്കിയ ആളെ ഒരു ന്യായീകരണോ ഇതിനില്ല. അത് പട്ടിക്കാട് ജാമ്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അയാളെ മറ്റ് കിതാബുകൾ മുഴുവൻ വഹാബിസാണ്. അയാൾ പക്ക വഹാബിയുമാണ്. അയാൾ അങ്ങനെയാണ്, ആബിദാണ്. ആബിദോ കൂബിദോ എന്തായിക്കോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. അയാൾക്ക് സ്വർഗം കിട്ടുമെന്നായിരിക്കും, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം അയാൾ സുന്നിയല്ല എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വിവാദത്തിലത്തെ എത്ര മുത്തതികളുണ്ട്. അയാൾ മുത്തതിയാണ്. കാരണം അയാളെ ഒരു മാത്രമല്ല, കിതാബിൻ്റെ അവസാന ഭാഗത്ത് അയാൾ അള്ളാഹിനോട് യാചിക്ക് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ സ്വീകരിക്കണേ.
എന്ത് സ്വീകരിക്കണേ? കിതാബ് തൗഹീദിനൊക്കെ ഏതാ കിതാബ് തൗഹീദ്? ലോകത്തെ മുസ്ലിം ജനകോടികളെ കാഫിറാക്കിയ കിതാബാണ് ഏത്? കിതാബ് തൗഹീദ്. ISIS ലോകരാജ്യങ്ങൾ എവിടെയൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ടോ ആ നാടുകളിലെല്ലാം ISIS വിതരണം ചെയ്ത ISISന്റെ മാനിഫെസ്റ്റോ ആണ് ഏത്? കിതാബ് തൗഹീദ്. അത് കവിതയാക്കിയ ആൾ സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാന്നാണ്. സമസ്തക്ക് പോലും പിന്നീട് ദോഷം ഉണ്ടാക്കും. അത് പിന്നീട് ദോഷം ഉണ്ടാക്കും. ആ ദോഷം എന്തൊക്കെയെന്ന് ഞാൻ ഇപ്പം പറയേണ്ടതില്ല. നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങൾ, ഏകദേശം മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം നിരോധിച്ച പുസ്തകമാണിത്, കിതാബ് തൗഹീദ്. എവിടെയാണ് നിരോധിക്കാത്തത്? റഷ്യ നിരോധിച്ചു. എവിടെ നിരോധിക്കാത്തത്? എവിടെയും കിതാബ് തൗഹീദ് പാടില്ല. കാരണം മനുഷ്യർക്കിടയിൽ കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന കച്ചറകളുടെ കുഴപ്പത്തിന്റെ അടിസ്ഥാനമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥമാണ് കവിതാക്കിയത്. എന്നിട്ട് അള്ളാഹിനോട് ഇത് സ്വീകരിക്കണം എന്ന് വയർക്കുക. ഇനി അതിനൊരു ന്യായീകരണമല്ലല്ലോ. എന്ത് ന്യായീകരണമുള്ളത്? ബാക്കിയുള്ള കിതാബ് ഒക്കെ സമസ്തയിൽ പരിശോധിക്കട്ടെ, ബഹുമാനപ്പെട്ട സമസ്ത ഒന്ന് പരിശോധിക്കട്ടെ. അത് സ്റ്റേജിൽ കയറി പറഞ്ഞാൽ പോരല്ലേ? സ്റ്റേജിൽ കയറി പറഞ്ഞത് ഞാനാണ്. അതെ, നമ്മൾ ഒരുത്തൻ കൊല്ലുന്ന കണ്ടു, ഒരുത്തനെ കൊല്ലണത് നമ്മൾ കണ്ടു. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇനി കേസ് കൊടുക്കണം. കേസ് കൊടുത്തു, തെളിവ് കൊടുത്തു. എന്നിട്ട് നമ്മൾ കണ്ട സ്റ്റേജുകളിലൊക്കെ നമ്മൾ കയറി എന്ത് പറഞ്ഞു? എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്തു? സമരപ്പന്തൽ ഉണ്ടാക്കി. സമരപ്പന്തലിൽ കയറി നമ്മൾ എന്ത് പറഞ്ഞു? തൂക്കിക്കൊല്ലണം, ഇയാളെ തൂക്കിക്കൊല്ലണം, അതിന് തെളിവുണ്ട്, ഇതാണ് തെളിവ്. ജഡ്ജി അതെന്നെ പറയുകയാണെങ്കിൽ അതിനെന്ത് മാനയുള്ളത്? ജഡ്ജി എന്ത് പറഞ്ഞു? തൂക്കിക്കൊല്ലണം. അതിൻ്റെ മാനയുള്ളത് ജഡ്ജി സ്ഥാനത്തിരുന്ന് തൂക്കിക്കൊല്ലാൻ തീരുമാനം എടുക്കല്ലേന്ന്. സമരപ്പന്തൽ വന്നിട്ട് ജഡ്ജിയും പറയാണ് എന്ത്? ഇയാൾ തൂക്കിക്കൊല്ലണം, നടപടി എടുക്കുക. എന്ത് മാനയുള്ളത്? അതിനെന്ത് മാനുള്ളത്? ജഡ്ജി ഇത് പറയേണ്ട ആവശ്യമില്ല. ജഡ്ജി അയാളെ പുറത്തൊക്കെ വേണ്ടത്. ജഡ്ജി തീരുമാനം എടുക്കാൻ വേണ്ടത്. ജഡ്ജി തീരുമാനമെടുക്കാൻ ജഡ്ജിക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആർക്കാണ് എതിരാകുന്നത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കാണ് എതിരാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഞാൻ നേര് പറഞ്ഞാണ്. റഹ്മത്തുള്ളാഹിനെ പോലത്തെ ലോക്കലാണ് എന്ത് പറയേണ്ടത്? വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, തീരുമാനം ഇങ്ങനെ ഉണ്ടാക്കി തരണം. എന്നിട്ട് നമ്മൾ പറഞ്ഞു, 2-3 വട്ടം പറഞ്ഞു, ഇതാണ് സമരപ്പന്തൽ. ഇതുപോലത്തെ ഒരു സമരപ്പന്തൽ വെച്ച് കിട്ടിയാണ്ട് ജഡ്ജി പറഞ്ഞു എന്ത്? ഇത് അംഗീകരിക്കാൻ പറ്റില്ല, അത് തൂക്കിക്കൊല്ലേണ്ടതാണ്. എന്ത് വേനയുള്ളത്? ജഡ്ജി സമരപ്പന്തലാണ് തൂക്കിക്കൊല്ലുന്ന എല്ലാവരുണ്ട്. ജഡ്ജി തൂക്കിക്കൊല്ലാൻ പോലീസിന് നിയമനം ഏൽപ്പിക്കാറുണ്ട്. അതിന് ജഡ്ജിക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ട ജഡ്ജിയാണ് എന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം അന്നം തന്നാൽ മതിയാവും. ഇതാണ് വിഷയം. പിന്നെന്താ പറയുന്നത്? ഞാൻ പറയണില്ല. നിങ്ങളെ തമ്മിൽ തെറ്റിക്കേണ്ട ലക്ഷ്യം എനിക്ക് ഇല്ല. പുതിയ എന്താ വിളമ്പാത്ത്? പഴയതിനെ തിന്നിട്ടില്ല. രാവിലത്തെ പൊട്ടും കടലും തിന്നാതെ ഉച്ചക്ക് എന്താ അമ്മാന്ന് ചോദിച്ചാ ഉച്ചക്ക് തുടക്ക് ജിദ്ദ് മുണങ്ങ്, അങ്ങനെയല്ലേ പറയാ? 10 മണിയായിട്ടും പൊട്ടും കടലും അങ്ങനെ നടക്കുക. നമ്മൾ തിന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഉമ്മാനോട് ചോദിക്കണം, അമ്മേ ഉച്ചക്ക് എന്തോ ആയിക്കോട്ടെ, ജിപ്പ തന്ന് മുണുങ്ങ്. ഇപ്പൊ ചിലർ എന്നോട് ചോദിക്കണം, അടുത്ത് വേറെ വല്ലതുണ്ടോ? എന്താണ് അടുത്ത്? ഞാനടുത്തത് കണക്കെടുക്കുന്ന ആളോ? ഞാൻ നിർത്തി, ഞാൻ ഇതൊന്നും പറയില്ല. എന്തോ ആയി, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ചെയ്തു. അന്തക്കെട്ടുള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവരും മണ്ടം കെട്ടവരാണ് എന്ന് മനസ്സിലാക്കരുത്. നമ്മൾ എടുക്കണ പണി എടുക്കണം. ഞാൻ എടുക്കണ പണി അതാണ്. ഞാൻ ജഡ്ജിയല്ല, ഒന്നുമല്ല. എനിക്കിത് പറഞ്ഞു കഴിഞ്ഞു. അത് അല്ല, എല്ലാവരും ഏറ്റു പറഞ്ഞു. എനിക്ക് തോന്നുന്ന ഈ അടുത്ത കാലത്ത് എല്ലാ വിഭാഗവും ഒരുപോലെ എതിർത്ത സംഭവം വേറെ എല്ലാവരും ഉണ്ടായിട്ടില്ല. അത് റബ്ബിൻ്റെ സഹായത്താൽ ഞാൻ വിളിച്ചത് കൊണ്ടുവന്നാണ്. എൻ്റെ വലിപ്പത്തരല്ല, അള്ളാഹുവിൻ്റെ തൗഫീക്ക്. നമ്മളിങ്ങനെ പഠിക്കുമല്ലോ പല വിഷയം. അപ്പോൾ ഈ ഗൗരവം പഠിച്ചു. ഗൗരവമാണ്, ഇതിനേക്കാൾ വലിയ ഗൗരവം അടുത്ത കാലത്തില്ല. 100 കൊല്ലത്തിനുള്ളിൽ സമസ്തയിൽ വന്നിട്ടുള്ള അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രശ്നം ഈ ഒരു പ്രശ്നം. കാരണം ഇത്ര നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചാരൻ കയറിയ ഒരു സംഭവം ഇല്ല. പട്ടിക്കാട് ജാമിയ നൂരിയെ പോലത്തെ ബഹുമാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ഗേറ്റ് കീപ്പർ ആക്കാൻ പോലും അങ്ങനത്തെ ഒരാളെ പറ്റൂല. കാരണം അയാളിൽ നിന്ന് അതിൻ്റെ വാസന കിട്ടും. കുട്ടിയൊക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുട്ടിയൊക്കെ വാസന കിട്ടും, ഒരു നാശവും. ഇത് ISISന്റെ മാനിഫെസ്റ്റോ ആണ്. ഞാൻ എന്താ വേണ്ടത്?
ഇതൊക്കെ പറയുമ്പോൾ ഓനാരാത് പറയാൻ? ഞാൻ എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ് ഉസ്താദേ. ഞാൻ റഹ്മത്തുള്ള, ഞങ്ങളാരും അടിമയല്ല. നിങ്ങൾക്ക് ആളെ തെറ്റിയതാണ്. നിങ്ങൾ ഒരാളെ ആവശ്യമല്ല. നിങ്ങൾക്ക് ഒരാൾക്കും റേഷൻ കാർഡ് വെട്ടാനും കഴിയൂല. ഞാൻ പറയുമ്പോൾ ഒക്കെ കാര്യം തന്നെ പറയാം. ഞാൻ എല്ലാവരും അനുസരിക്കാതെയാണ്. പക്ഷേ ഇത് പറയാം ഓനാരാണ് ആജാതി ചോദ്യം ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചവരുണ്ട്. അങ്ങനെ ചോദിക്കരുത്. സമൂഹത്തിൽ കാണുന്ന ദുരന്തങ്ങൾ, സമൂഹം നശിച്ചു പോകുന്ന കാര്യങ്ങൾ, നമ്മൾക്കത് വലിയ വിഷമം എന്തെന്നറിയാം. നമുക്കൊക്കെ മക്കളുണ്ട്. ഈ മക്കൾ ഇവിടെ സുന്നികളായി ജീവിക്കണം. വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം. അവിടുന്ന് സുന്നി പഠിക്കണം. നല്ല ബിരിയാണി, രാവും പകലും ബിരിയാണി കിട്ടുന്ന മുബ്തദീങ്ങളുടെ സ്ഥാപനം ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ കുമ്പളങ്ങൾക്കും ചോറിനും നമ്മൾ കുട്ടികളെ അവിടെ പറഞ്ഞേക്കണം എന്തിനാ? നമ്മളെ സ്ഥാപനങ്ങൾ പറഞ്ഞേക്കണം എന്തിനാ? പറയാം അവരെന്തിനാ പറയാം? നിങ്ങളെ കുട്ടികൾക്ക് രാവും പകലും ബിരിയാണിയും മന്തിയും കൊടുക്കാൻ കഴിയുന്ന മുബ്തദീങ്ങളുടെ സ്ഥാപനമുണ്ട്. അവർക്ക് എല്ലാവിധ വസൂലിയും, അവർക്ക് എന്താ പറയുക, മിനഹത്ത് ദിറാസിയ, എന്തെങ്കിലും വലിയ സ്റ്റൈപ്പൻ്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഈ മര്യാദ ഒപ്പിച്ച് വിടുന്നേ ഈ സാധുക്കളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണത് നടത്തുന്നത്. എന്താ പറയുക, സൗദിയിൽ നിന്ന് വലിയ വലിയ പൈസ വന്നിട്ട് നടത്തുന്ന മുബ്തദീങ്ങളുടെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവിടേക്ക് പറഞ്ഞേക്കാതെ അവിടുന്ന് നിങ്ങളെ കുട്ടികളെ വേണമെങ്കിൽ IS എന്താ പറയുക, വലിയതിന് പറയാം IAS, അതെ IASന്റെ കോച്ചിങ് വരെ കൊടുത്തിട്ട് നിങ്ങളെ കുട്ടികളെ IAS ഒക്കെ പാസ്സാക്കിയിട്ട് തിരിച്ചെത്തിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ മുബ്തദീങ്ങൾക്ക് ഉണ്ടായിരിക്കവേ നിങ്ങൾ ഈ കുമ്പളങ്ങക്കറിയും മോരുകറിയും കൂട്ടുന്ന സ്ഥാപനത്തിലേക്ക് ഞാനങ്ങനെ പഠിച്ചേ. കുമ്പളങ്ങക്കറി കറി എന്നറിയാൻ പറ്റൂല. അതുകൊണ്ട് ഒഴിച്ചാൽ വേഗം ഇവിടെ എന്ത് ചെയ്യണം, തടുക്കണം. കാരണം വെള്ളം ഇങ്ങനെ പോകും. വെള്ളവും കുമ്പളങ്ങി തമ്മിൽ ഒരു ബന്ധമല്ല. ഇങ്ങനെ പഠിച്ചേ. എന്നിട്ട് നമ്മളെ പാപ്പ അവിടുന്ന് എതിര് വരാൻ പറ്റില്ല. എന്താണ് തിന്നാൻ കിട്ടാത്ത പറയാൻ പാടില്ല. അടി കിട്ടിയ പറയാൻ പാടില്ല. ദർസിലത്തെ ഭക്ഷണമല്ല എന്ന് പറയാൻ പാടില്ല. ഉസ്താദിനെ തല്ലിട്ടി പറയാൻ പാടില്ല. അവിടെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാന്ന് പറയാൻ പാടില്ല. ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ അടിയപ്പോൾ കിട്ടും. അപ്പാ പറയും ഞങ്ങളൊക്കെ ഇതിനേക്കാളും കഷ്ടപ്പെട്ട പഠിച്ചുണ്ടാക്കി. ഇത് അങ്ങനെ തന്നെ പറയാം. എന്നിട്ട് നമ്മൾ നമ്മളെ കുട്ടികൾ സുന്നിയാകാനല്ലേ അത് പറയും. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മളെ കുട്ടികൾ ആരാകണം? സുന്നിയാകണം. ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും ഷംസുല്ലമയും കണ്ണിയത്തും പോലത്തെ മഹാന്മാരെങ്ങനെ പോയോ ആ വഴിക്ക് പോകണം. അല്ലേ അതല്ലേ ആവശ്യം. അല്ലെ അതല്ലേ ആവശ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് പോണ്ട. അതൊടുക്കത്തണ്ടേ. ഇതിനൊരു ഭംഗം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വേദനകൾ പറയുന്നത്. അത് പറഞ്ഞാൽ പിന്നെ ഓനങ്ങോട്ട് സൈഡാക്കാൻ പറ്റുക നോക്കുകയാണ്. ഒരു മനുഷ്യനെ ചീത്ത പറയാൻ വേണ്ടിയിട്ടൊരു സമ്മേളനം ഉണ്ടാക്കുക. എന്താ അതിൻ്റെയൊക്കെ മയന? അതെനിക്ക് വിഷയമില്ല, എനിക്ക് ലാഭമാണ്. പക്ഷെ അവരൊക്കെ നമ്മളെ സഹപ്രവർത്തകരാണ്. അവരെത്ര അധപ്പതിച്ചെന്നറിയുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ്. ഇജ് നല്ല കുപ്പായിട്ടാണ് പെർഫ്യൂം പറിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഒപ്പം നടക്കണോന് കാഷ്ടം മോൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും എനിക്കൊരു മാനക്കടല്ലേ. എനിക്കെന്നെ ആക്ഷേപിച്ച മറുപടി ഒരിക്കലും ഇന്ന് വരെ എന്നെ ആക്ഷേപിച്ച ഒരു എഴുത്തിനോ ഒരു രേഖക്കോ, എന്നെ ആക്ഷേപിച്ച ഒരു എഴുത്തിനോ രേഖക്കോ പ്രസംഗത്തിനോ ഈ 25 കൊല്ലത്തിന് ഞാൻ മറുപടി അറിയില്ല. എന്തുകൊണ്ട്? ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാം. എന്നെ രാവും പകലും കേൾക്കുന്നവർക്കും എൻ്റെ കൂടെ നടക്കുന്നവർക്കും ഈ ആളുകളൊക്കെ എൻ്റെ ഒപ്പം നടക്കണവരാ. എൻ്റെ ഒപ്പം നടക്കണ 100 കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരെൻ്റെ ഒപ്പം നടക്കണവരാ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നെ കാണുന്നവരാ. അവർക്ക് ഞാൻ ആരാണ്, എൻ്റെ വിഷയം എന്താണ്, എൻ്റെ സിസ്റ്റം എന്താണ്, എൻ്റെ രീതി എന്താണ് എല്ലാം അറിയും. പച്ച മലയാളം പോലെ അറിയും. പിന്നെ ഞാൻ സ്റ്റേജ് മക്കാരി പറയണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്യാണ് അങ്ങനെയും പറഞ്ഞു. അന്നും മറുപടി ഇല്ല. അതൊക്കെ അള്ളാന്റെ കോടതിയിൽ കൊടുക്കുന്ന സംഭവമാണ്. ഇതൊന്നും വിഷയമില്ല, ഒന്നും വിഷയമുള്ള കാര്യമല്ല. ഞാൻ എന്നെ പറ്റി പറഞ്ഞു ഒന്നിനും മറുപടി ഇല്ല, ഒന്നും വിഷയമില്ല, ഒന്നും മറുപടി ഇല്ല. അത് മറുപടി അറിയിക്കുന്നില്ല. പിന്നെന്താ പറയാത്തത്? ഇനി എന്താ ബാക്കിയുള്ളത് പറയാത്തത്? ബാക്കിയില്ല. ഉള്ളെടുത്ത തീരുമാനം ഉണ്ടായാലും മറ്റേതിനും പറയാൻ പറ്റുള്ളൂ. ഇതെന്താ സംഭവം? അതപ്പതിക്കാണ്. എല്ലാവർക്കും വേണ്ടത് പൈസ, അധികാരം. ചിലരെ മഹത്വപ്പെടുത്തി പറഞ്ഞാൽ പൈസ ഇട്ടു, മുതലാളിമാരുന്ന് പൈസ ഇട്ടുവരും. അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡിലെത്തുവരും. ഞങ്ങളും നാപ്പിച്ചേർന്ന മൊല്ലാണ്. ജയിലിൽ വിളിച്ചു പറയുന്നത്. സ്റ്റേജുമ്മ കയറി ജയിലിൽ തന്നെ ജയിലിൽ വിളിച്ചു പറയും. അതിനുവേണ്ടി അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ കടന്നുപോയ പ്രസ്ഥാനങ്ങളെ വരെ ദുരുപയോഗം ചെയ്യുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ഗൗരവമായി ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൊരുത്തത്തിൽ നമ്മളെയൊക്കെ ആക്കി തരട്ടെ. നമ്മളെല്ലാവരും ചിന്തിക്കണം കേട്ടോ. ഞാൻ എന്തിനെ പറഞ്ഞു, എന്നെ എന്ത് കുറ്റം പറഞ്ഞാൽ ഞാൻ മറുപടി അറിയില്ല. എന്തുകൊണ്ട്?
അല്ലാഹു തആല നമ്മളൊക്കെ കുറ്റമില്ലാത്തവരാക്കി തരട്ടെ. അതൊന്നും വിഷയമുള്ള കാര്യമല്ല ജനങ്ങളെ. ഞാനെന്ന് മറുപടി അറിയില്ല, ഞാനൊരു ഫക്കീറാണ്, ഞാനെന്ന് മറുപടി അറിയില്ല. ഞാൻ എന്നൊരാൾ നിസ്സാരപ്പെടുത്തിയാൽ പ്രശ്നമല്ല. എന്തുകൊണ്ട്? നിസ്സാരനാണല്ലോ. നിസ്സാരനെ നിസ്സാരപ്പെടുത്തുന്നതിന് നിസ്സാരന് എന്താ പ്രശ്നമുള്ളത്? ഒറ്റ പ്രശ്നമില്ല, ഒന്നുമില്ല, ഒന്നും ബേജാറില്ല, ഇല്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നശിച്ചു പോയാൽ അടുത്ത തലമുറക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു. ഒരു വ്യക്തി ഉറങ്ങുന്നതോ ഒരു സമൂഹം മതപ്പതിക്കുന്നതോ ആ വ്യക്തിക്കോ ആ സമൂഹത്തിനോ നിലവിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ജീനിയസ് ആയിരിക്കണം. ജീനിയസ് അത് മനസ്സിലാക്കും. ഒരു സമൂഹം എൻ്റെ സമൂഹം അതപ്പതിച്ചിട്ടുണ്ട് എന്ന് ജീനിയസ്, അതപ്പതിച്ചുകൊണ്ടിരിക്കാനും ജീനിയസ് മനസ്സിലാക്കും. പക്ഷെ അത് മനസ്സിലാക്കി കൊടുത്താൽ ജനത സ്വീകരിക്കൂല. എങ്ങനെ ആക്ഷേപിക്കാൻ കഴിയും, അങ്ങനെ ആക്ഷേപിക്കും. ഉണർന്നിരുന്നിട്ടില്ലെങ്കിൽ മലയാളക്കരയിൽ നിങ്ങൾ എന്തൊക്കെ വാർഷികം നടത്തിയിട്ടും കാര്യമില്ല. മലയാളത്തിന് സുന്നി തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇടപെടണം. നിങ്ങൾ 100-ാം വാർഷികം നടത്തല്ല വേണ്ടത്. പ്രശ്നങ്ങളെ പരിഹരിക്കണം, സുന്നിയത്തിനെ ഉറപ്പിക്കണം. അസുന്നികൾക്ക് സുന്നികൾക്കിടയിൽ മേയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. 100-ാം വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊരു നഷ്ടം വരാൻ പോണില്ല, ഒന്നും വരില്ല. അതേസമയത്ത് ഈ സാധനങ്ങൾ നമ്മളുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മളെ കുട്ടികളായി നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ദുരന്തം എന്താണ്? ഈ അഖീദയും ഈ മസ്ലക്കും ഈ മൻഹജും ഇവിടെ അത് നഷ്ടപ്പെടും. പിന്നെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, സുന്നിയ ജീവിക്കാൻ കഴിയില്ല. ഇതിനേക്കാളൊക്കെ ദീനും സുന്നിയൊക്കെ ഉള്ള നാടുകളുണ്ടായിരുന്നു. നാടുകൾ അത് പറ്റില്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ സുന്നി നടന്നൊരു നാടല്ലേ സ്പെയിന്? ദീനും സുന്നിയൊക്കെ ലോകത്തെ ഏറ്റവും നടന്നൊരു നാടാണ് സ്പെയിൻ. എന്താ അതിൻ്റെ അവസ്ഥ? തകർന്നുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വളരെ ചിന്തിക്കണം. ദുരന്തങ്ങളെയും മതപതനങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം.